രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലെത്തി ഉണ്ടാക്കുന്ന കട്ടൻ ചായയിൽ തുടങ്ങും ഇപ്പോഴത്തെ എൻ്റെ ഓരോ പ്രഭാതങ്ങളും. ഇപ്പോൾ നമ്മുടെ പുതിയ ബൊമ്മാസ് എനിക്ക് കൂട്ടിനായിട്ട് എത്തിയിട്ടുണ്ട്. ഇവനെ ഇങ്ങനെ കൊണ്ടു നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇണക്കിയെടുക്കാനാ. കാരണം നാടൻ കോഴിയാണേ. മിറ്റത്തിറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല. ഇണങ്ങിക്കഴിഞ്ഞാൽ ആ പ്രശ്നം തീർന്നു. ഇപ്പോൾ പതുക്കെ ഇണങ്ങി വരുന്നുമുണ്ട് കേട്ടോ. ചേട്ടൻ രാവിലെ തന്നെ എന്നെ സഹായിക്കാനായിട്ട് അടുക്കളയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. തേങ്ങ ചിരകി തരാനാണ് ചേട്ടൻ വന്നത്. തേങ്ങ ചിരകുന്നത് നമ്മൾ പാവയ്ക്ക തോരനാണ് ഇന്നത്തെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് പാവയ്ക്ക വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ ചിരകി തന്ന ചേട്ടൻ ബാസ്കിമോനെ കൊണ്ട് പോയി. ആ തക്കത്തിന് ബാസ്കിമോനെ ഫുഡ് കഴിക്കാനായിട്ട് ഇതാ കള്ളിക്കാക്ക രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. ബാസ്കിമോനെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഒന്ന് കിന്നാരം പറയാമല്ലോ എന്ന് വിചാരിച്ച് ഞാനും കൂടെ കൂടി. പക്ഷേ പണ്ട് മുതലേ തന്നെ ബാസ്കിമോന് ഫോട്ടോയും വീഡിയോയും ഒക്കെ അലർജിയാണ്. ഫോൺ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മുഖം നമുക്ക് തരികയില്ല, മാറ്റി മാറ്റി പിടിക്കും. പക്ഷേ അങ്ങനെ വിടാൻ പറ്റുമോ? ബാസ്കിമോനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ബിന്ദു സ്ട്രീംസ് ഫാമിലിയിലുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചെറുക്കനെ ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ? പക്ഷേ അവനങ്ങ് മുഖം മാറ്റി മാറ്റി പിടിക്കുവാണ്. ഞാൻ വലിയ സെലിബ്രിറ്റി അല്ലേ, ഫോട്ടോയൊക്കെ പിടിക്കുമ്പോൾ നേരത്തെ തന്നെ പറയണ്ടേന്നൊക്കെയാണ് പറയാതെ പറയുന്നത് എന്ന് തോന്നിപ്പോയി. ഇതിങ്ങനെ സൂം ചെയ്ത് പിടിച്ചാൽ ഇവൻ ഇങ്ങനെ മുഖം തരാത്ത കാര്യമൊന്നും നമുക്ക് നേരെ കാണിച്ച് തരാനായിട്ട് പറ്റില്ല. ഫോണൊന്ന് മാറ്റി പിടിക്കുമ്പോൾ കാണാം എന്താ മുഖം അങ്ങ് കുനിച്ച് കുമ്പിട്ട് നിൽക്കുന്ന ചെറുക്കനെ കണ്ടോ? ഏതാണെങ്കിലും പിടിച്ച പിടിയാൽ അവനെ നമ്മൾ കാണിച്ചു കൊടുത്തു. അല്ലെങ്കിൽ ബാസ്കിമോൻ എന്തേ, ബാസ്കിമോനെ കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഓരോ കമൻറ്റുകൾ വരും. ഇത് വല്ലതും ഇവൻ അറിയുന്നുണ്ടോ? അപ്പോൾ ദാ ബാസ്കിമോൻ ഇവിടെ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ പണി രാവിലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബീഫ് ഉണങ്ങാനായിട്ട് തീയൊക്കെ കത്തിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ കണ്ടൊരു പാത്രമൊക്കെ കഴുകി അന്നത്തേക്ക് ദാ എൻ്റെ പാവയ്ക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പാവയ്ക്കത്തോരൻ ഇതുപോലെയൊക്കെ വേവിച്ച കയ്പൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. ഒരുപാട് ഹെൽത്തി ഫുഡാണ് കേട്ടോ. അപ്പോൾ അത് ആ വീഡിയോ പിടിച്ചോളൂ. ഞാൻ ചോറ് വാർക്കാമെന്ന് പറഞ്ഞ് ചേട്ടൻ എങ്കിൽ പിന്നെ അങ്ങ് ചോറ് വാർത്തോന്ന് പറഞ്ഞു. ചോറ് വാർത്ത് കലമൊക്കെ കൈയോടെ കഴുകുവാണ്. ഒരു പാത്രം പോലും നമ്മൾ മാറ്റി മാറ്റി വെക്കാറില്ല. അല്ലെങ്കിൽ പിന്നെ അത്രയ്ക്ക് വല്ല തിരക്കുള്ള അവസ്ഥയിൽ മാത്രമേ പാത്രങ്ങളൊക്കെ മാറ്റിയൊക്കെ വെക്കാറുള്ളൂ. അപ്പോൾ ദാ ചോറൊക്കെ കോരിയെടുത്ത് ഞാൻ കോളേജിലേക്ക് പോകാനായിട്ട് റെഡിയാവുകയാണ്. ഈ ഒരു ചോറ് കോരിയെടുക്കുന്ന കാര്യം മാത്രമേ വീഡിയോയിൽ കാണിക്കാൻ പറ്റുള്ളൂ. പിന്നത്തെ കാര്യമൊക്കെ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ വീഡിയോ പഠിക്കുന്ന കാര്യമൊക്കെ ഞാൻ ചിലപ്പോഴങ്ങ് മറന്നു പോകും. രാവിലത്തെ ആ തിരക്ക് കൊണ്ട് സംഭവിക്കുന്നതാണ്. എന്താണെങ്കിലും ഞാൻ നേരെ കോളേജിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടാറ്റാ.